ഇത് തോമസ് ചേട്ടൻ്റെ ഭാര്യ സാലി ചേച്ചി അല്ലേ? അപ്പോൾ ചേച്ചിയെ ഇതിലൊന്നും ഒരു വട്ടം മണ്ണെടുക്കാൻ പോലും വിളിക്കാറില്ല, അനുവദിക്കാറില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണല്ലേ? അല്ല, ഒന്ന് ചെയ്യണമെന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? അല്ല, പക്ഷേ ഈ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിനൊരു സപ്പോർട്ട് വേണമല്ലോ അല്ലേ? ഭക്ഷണമാക്കി കൊടുക്കണം, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പുറത്താൾ വേണം. അതെ അതെ. എന്താണ് ഒരു ചുരുക്കി പറഞ്ഞാൽ എന്താണ് തോന്നുന്നത്? ഒറ്റയ്ക്ക് 5.5-6 വർഷമായിട്ട് ഭർത്താവ് ഇങ്ങനെ ഒരു ഗുഹ ഉണ്ടാക്കുകയാണ്. രാവിലെ ഇറങ്ങും, ഭക്ഷണത്തിന് ഇറങ്ങും, പുറത്തിറങ്ങും, പിന്നെ വീണ്ടും കയറും. മക്കൾ എല്ലാവരും വിദേശത്തുമാണുള്ളത്. എന്താണ് ഈ ഒരു പ്രവൃത്തിയെ എങ്ങനെയാണ്? അന്നേരം ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അസുഖം ഉണ്ടായിരുന്നപ്പോഴും. പിന്നെ ഞാനിവിടെ അവിടെ ഒറ്റയ്ക്കാകുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാവുന്നുണ്ടല്ലോ. അതെ അതെ അതെ. ഇപ്പോൾ ആളുകളൊക്കെ വരുന്നതുകൊണ്ട് ഒറ്റപ്പെടലിൽ നിന്ന് മോചനമായി. അത് മാത്രമല്ല, ഈ തുടങ്ങുമ്പോൾ തോന്നിയ ഒരു മാനസികാവസ്ഥ തന്നെയാണോ ഇപ്പോഴുള്ളത്? അല്ല. അന്നേരം തുടങ്ങുമ്പോൾ നമ്മൾ ഇത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഇപ്പൊ ആളുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ കൊടുത്ത ഗൗരവം തുടക്കത്തിൽ ഇവരാരും എടുത്തിട്ടില്ല. അല്ല, തോമസ് ചേട്ടൻ തന്നെ പറഞ്ഞു ആദ്യം കുറച്ചൊന്ന് ചെയ്തു വെക്കാന്നേ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഈ പുറമേ നിന്നുള്ള പ്രോത്സാഹനം എല്ലാം കാണുമ്പോഴാണ് പിന്നെയും മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നത് അല്ലേ? ഇപ്പൊ ആളുകൾ വന്നു തുടങ്ങി, ടിക്കറ്റൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ച് സന്തോഷമായല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും നിർദ്ദേശം പറയാറുണ്ടോ ഇത് ചെയ്യുന്നതിന്? ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ? തോമസേട്ടനാണോ? അയ്യോ, മതിയാക്കുന്നേ പറയാറുള്ളൂ. ഇപ്പൊ ഉള്ളത്ര ഭംഗിയാണ് മതിയാക്കുന്നേ പറയാം. അല്ല, ചേച്ചി മതിയാക്കി എന്ന് പറയുന്നതിനനുസരിച്ചിട്ട് ഓരോ മീറ്റർ തോമസ് ചേട്ടൻ അങ്ങോട്ട് പോയിക്കൊണ്ട് അപ്പൊ ചേച്ചി മതിയാക്കി തന്നെ പറഞ്ഞുകൊണ്ട് അതാണ് ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. മുന്നോട്ട് പോയിക്കൊണ്ട് അല്ലേ? നിങ്ങൾ വേണ്ട, ഇനിയും മുന്നോട്ട് പോടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തിക്കണം. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ശരി. ഇത് വിസിറ്റേഴ്സ് രജിസ്റ്ററാണ്. ഇവിടെ വരുന്നവരുടെ പേരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതാൻ വേണ്ടി ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ വളരെ വിസ്മയമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് പിന്നെ രേഖപ്പെടുത്താനില്ല. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് 6 വർഷമായിട്ടൊരു ഇത്രയും വലിയൊരു ഗുഹ തുറന്നുണ്ടാക്കാമെന്നതൊരു വിസ്മയം. അല്ലേട്ടോ ഒന്ന് എഴുതിക്കോ നിങ്ങളെ ആനന്ദൻ്റെ പേര് എഴുതിയിട്ട്. ഇന്ന് 4/7. ആ ഇന്നലെ ഇതുമാതിരി അമ്പലത്തിൽ വരുന്നവര് അമ്പലത്തിൽ കഴിഞ്ഞ് ഇവിടെ വീണ്ടും അമ്പലത്തിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയാ പോയത്. ഓക്കെ.